ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈ ആണ്. ഞാൻ സിമ്പിൾ എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ടേസ്റ്റി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം നമ്മൾ മാരിനേറ്റാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. മാരിനേറ്റ് ചെയ്ത് എത്ര നേരം വെക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പിടുക. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, നമ്മുടെ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ സ്പൈസി കുറച്ച് ഇഷ്ടം, ഒരുപാട് സ്പൈസി ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ മുളകിടാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കും ഇത്രയും മുളക് ഇട്ടത് കൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ഒരിത്തിരി കളറിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ ആകുമ്പോൾ കുറച്ച് കളർ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരിത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പം എണ്ണയും കൂടി ചേർക്കുന്നത് കുറച്ച് നല്ലതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് എല്ലാം പിടിച്ച് ഋത്തിക്കെല്ലാം നന്നായിട്ട് ആ ഒരു ഇത് കിട്ടും, നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും ഫ്രൈ ചെയ്ത് കഴിയുമ്പം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ചിലർക്കപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടം ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അളവിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയുമാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരിത്തിരി തൈര്, കുറച്ച് കട്ടയായിട്ടുള്ള തൈരാണ്, ആ തൈരും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഒരിത്തിരി ഗരം മസാല കുറച്ച് മതി. ഒരുപാട് ആ ഗരം മസാലയുടെ ടേസ്റ്റ് ആയാലും നമ്മളുടെ ബാക്കി ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടാതെ ആ ഒരു ഗരം മസാല ടേസ്റ്റ് എടുത്ത് നിൽക്കും. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടിത് എത്ര നേരം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ അത്രയും നേരം വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും കൂടെ വെച്ചാലും നല്ലതാണ്. ഞാനിപ്പോൾ ഇത്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ്, മുളക് പൊടി. അപ്പം ഇവിടെ എല്ലാവർക്കും കുറച്ച് സ്പൈസി ആയി ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സ്പൈസി ആയിട്ട് ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ മാരിനേറ്റ് ഇപ്പോൾ 2 മണിക്കൂർ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഒരു 2-3 മണിക്കൂർ വെക്കാം. അപ്പോൾ എത്രയും വെക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. നമ്മളിന്ന് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി വേ ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്രയും കൊളസ്ട്രോൾ, ഇപ്പം എണ്ണയെപ്പറ്റി കുറച്ച് കൺസേൺഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും എയർ ഫ്രയറിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ എല്ലാം എടുത്തൊന്ന് എയർ ഫ്രയറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. എയർ ഫ്രയർ നിങ്ങൾ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 190 ഒരു 3-4 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഓർത്തത്, നമ്മളിതൊന്ന് കുറച്ചൊന്ന് എണ്ണയും കൂടി ഒഴിക്കുകയാണെങ്കിൽ ഒരിച്ചിരി മുകളിലൊരു എണ്ണ തൂക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ അതും കൂടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്ര വേണമെന്നുള്ളത് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം. എങ്കിൽ ഇവിടെ ആദ്യം നമ്മൾ 12 മിനിറ്റ് 190 ഇടുന്നത്. ഞാനൊരു കുറച്ച് ഇടയ്ക്കത് കഴിഞ്ഞപ്പം കുറച്ചും കൂടെ കൂട്ടിയിട്ട് കൊടുത്തായിരുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടതിനേക്കാൾ അളവ് കുറഞ്ഞല്ലോ. ഒന്ന് കുറഞ്ഞു. ആരൊക്കെയോ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ എടുത്ത് കഴിച്ചു കേട്ടോ ഓൾറെഡി.